ചേട്ടാ, രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് വിഷയം. പക്ഷേ ആരോപണങ്ങളൊന്നുമല്ല നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. രാഹുൽ എങ്ങനെ ഇനി നിയമസഭയിൽ ഇരിക്കുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. പാർട്ടി സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. എത്ര കാലയളവൊന്നും പ്രഖ്യാപിക്കാതെയാണുള്ള സസ്പെൻഷനാണ് കൊടുത്തത്. ചിലപ്പോൾ ആരോപണങ്ങളൊക്കെ രാഹുലിനെതിരെ അത് രാഹുൽ തെളിയിക്കുകയാണ്. അതൊന്നും ശരിയല്ലെന്ന് തെളിയിച്ചാൽ വീണ്ടും കോൺഗ്രസ്സിലെത്തുമായിരിക്കും. പക്ഷേ രാഹുൽ ഇനി ഒരു കോൺഗ്രസ് പ്രതിനിധിയായിട്ടല്ല സഭയിലെത്തുക. ഇനി സെപ്റ്റംബർ 15 നമുക്കറിയാം സഭാ സമ്മേളനം നടക്കാനിരിക്കെ അവധിയൊന്നും അപേക്ഷിച്ചിട്ടില്ലെന്നാണ് സ്പീക്കർ പറയുന്നത്. ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം വടകര സംഭവിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിലും വലിയ പ്രതിഷേധം ഷാഫിക്ക് കിട്ടിയതിലും വലിയ പ്രതിഷേധം രാഹുലിന് കിട്ടുമെന്നുള്ളത് തീർച്ചയാണ്. രാഹുൽ ഇനി സഭയിലേക്ക് വരുമോ, അല്ലെങ്കിൽ അവധി എടുക്കാനാണോ സാധ്യത? മീര ചോദിച്ചതിൻ്റെ ഒറ്റ രത്ന ചുരുക്കമുള്ളൂ, രാഹുൽ സഭ കാണുമോ? അതെ, രാഹുൽ ഇനി സഭ കാണുമോ എന്നുള്ളതാണ് ഒറ്റ ചോദ്യം. സഭ കാണിക്കുമോ എന്ന്. സഭ കാണുമോ, കാണിക്കുമോ? കാണിക്കേണ്ടത് കോൺഗ്രസ് അല്ല. ഇവിടെ ഭരിക്കുന്ന CPM-ഉം അവരും കൂടെയൊക്കെ വിചാരിച്ചാലേ രാഹുലിനകത്ത് കാലുകുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നൊരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഒരല്പം അതിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയുടെ പറയാം. അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവ് നിയമസഭയിൽ കാലെടുത്ത് വെക്കുമ്പോൾ അദ്ദേഹത്തിന് അവരുടെ UDF ടീം പിണറായി വിജയനെതിരെ പച്ചയ്ക്ക് പറയാനായിട്ട് ഒരു പയ്യനെ അവർക്ക് കിട്ടി. പിണറായി വിജയനെ മിസ്റ്റർ വിജയൻ എന്നിവരെ സംബോധന ചെയ്ത് സംസാരിച്ചതാണ്. അന്ന് ആ നിമിഷം തന്നെ CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും മനസ്സിൽ നോട്ട് ചെയ്തതാണ്, നീ ഇനി അധികകാലം സഭയിൽ ഇരിക്കില്ല. അത് അവരുടെ നോട്ട് ദ പോയിന്റ് എന്ന് നമ്മൾ ചില സാറന്മാർ പഠിപ്പിക്കുമ്പോൾ പറയുമല്ലോ, നോട്ട് ദ പോയിന്റ്. കുട്ടികളെ നിങ്ങൾ ആ പോയിന്റ് നോട്ട് ചെയ്തോളൂ എന്ന് പറയുന്ന പോലെ കോൺഗ്രസ്സുകാരെ നിങ്ങൾ നോട്ട് ചെയ്തോളൂ, ഇവൻ ഇനി സഭയിൽ അധികകാലം ഇരിക്കില്ല എന്ന് പിണറായി വിജയൻ കുറിച്ചു. അതുപോലെയാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഇത് 3 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമൊക്കെ ആണെന്നാണ് പറയുന്നത് ഈ പെണ്ണ് കേസ്. ഈ വിഷയങ്ങൾ ഈ പറയുന്ന, സത്യം പറഞ്ഞാൽ നമ്മൾ പല ചാനൽ ചർച്ചകളിലും ആങ്കർമാരും മറ്റുമൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, ഇതിലൊരു രാഷ്ട്രീയമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ നാറ്റക്കഥ പറയുന്നത് എന്ന് അവർക്ക് പറയേണ്ടി വന്നു. അപ്പോൾ ഈ നാറ്റക്കഥ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന MLA-ക്ക് നേരെ അടച്ചാക്ഷേപിച്ചു. അദ്ദേഹത്തിൻ്റെ പാർട്ടി അംഗത്വം വരെ പോയി. പണ്ട് കോൺഗ്രസ് പാർട്ടി 25 പൈസ കൊടുത്താൽ അംഗത്വം എടുക്കുമായിരുന്നു, അതറിയാമോ? കോൺഗ്രസ് പാർട്ടിയിൽ 25 പൈസ കൊടുത്താൽ, പണ്ട് 25 പൈസ ഉണ്ടായിരുന്നു. അതൊക്കെ മീരയ്ക്ക് ഓർമ്മയുണ്ടെന്നില്ല, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്നു. 10 പൈസ, 20 പൈസ, 25 പൈസ, 50 പൈസ ഒക്കെ ഉണ്ടായിരുന്നു. 50 പൈസ ഈ അടുത്തിടയ്ക്കാണ് പോയത്. അങ്ങനെ 25 പൈസ വരെ അംഗത്വമാണ് കോൺഗ്രസിന്. അത് നിങ്ങൾ കളിയാക്കുമായിരുന്നു. ഞങ്ങളുടെയൊക്കെ സ്കൂൾ പഠനകാലത്ത് നമ്മുടെ രാഷ്ട്രീയത്തിന് എതിരായിട്ടുള്ളവരെ പറയുന്നു, 25 പൈസ അംഗത്വമുള്ള പാർട്ടിയല്ലേ ഇതിൻ്റെ പാർട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും അംഗത്വം പോയി. ഈ പ്രാഥമിക അംഗത്വം പോയി കഴിയുമ്പോഴത്തേക്ക് മീര ചോദിച്ച പോലെ ഇദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഉള്ളവരാണ്. കാര്യം പാർട്ടി കൊടുക്കുന്ന ഒരു വിപ്പുണ്ട്, പാർട്ടിയുടെ ഒരു ഇതായിട്ടാണ് അവിടെ ഇരിക്കേണ്ടത്. അവിടുത്തെ MLA-മാരൊക്കെ തന്നെ ഒന്നുകിൽ കോൺഗ്രസ് MLA, അല്ലെങ്കിൽ UDF-ൻ്റെ ഘടകകക്ഷികൾപ്പെട്ട ഒരു MLA, അല്ലെങ്കിൽ CPM-ൻ്റെ ഭരണപക്ഷത്തെ CPM MLA, അല്ലെങ്കിൽ അവരുടെ ഘടകകക്ഷികളുടെ MLA. ഇതിലൊന്നും പെടാതെ രാഹുലിന് അവിടെ ഇരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ബ്ലോക്കിലേക്ക് മാറ്റപ്പെടും. അതിന് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് മാറ്റി ഇരുത്താന്ന് പറഞ്ഞാൽ അതിന് അങ്ങനെ ഇരുന്നിട്ടുണ്ട്. സ്വതന്ത്രന്മാരെയൊക്കെ അങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. അവർ PC ജോർജ് അങ്ങനെ ഇരുന്നിട്ടുണ്ട്, വേറെ ആൾക്കാർ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ അതിനകത്ത് ഇരിക്കണമെന്ന് രാഹുൽ തീരുമാനിച്ച് കത്ത് കൊടുത്താൽ തന്നെ രാഹുലിന് ആ രാവണം കോട്ടയ്ക്കകത്ത് കിടക്കാൻ പറ്റും? അതിന് പറ്റൂല. എങ്ങനെ പറ്റും? ഈ പറഞ്ഞ ചെക്കന്മാരെല്ലാം കൂടെ അവിടെ വളയൂലേ? ചെയ്ത പോലെ ഷാഫി അതിലും ഭീകരമായിരിക്കും. കാര്യം പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ സഭയ്ക്ക് വെളിയിൽ തെറി വിളിച്ചവനാണ് ഈ രാഹുൽ മാങ്കൂട്ടം. അവർക്ക് ആ ദേഷ്യമുണ്ട്. പിണറായി വിജയനെ മുഖ്യമന്ത്രിയെ വിജയ എന്ന് വിളിച്ചവനാണ് അവൻ. അങ്ങനെ തന്നെയാണ്. അങ്ങനെ മാത്രമല്ല, അയാളുടെ അഗ്രസീവ്, അയാളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതെല്ലാം നല്ലതായിരുന്നു. പിന്നെ DYFIയെ സംബന്ധിച്ച് അവരുടെ പൊതിച്ചോറിനെ വരെ അനാശാസ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് രാഹുൽ. മീര, ഞാൻ DYFIയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം പറയാതെ പോകാൻ പറ്റത്തില്ല. അതായത് രാഹുൽ മാങ്കൂട്ടം ഒരിക്കലും പിന്നെ ഈ പറയുന്ന പ്രവൃത്തികൾ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ശ്രദ്ധിക്കപ്പെടുന്ന യുവമുഖങ്ങളിൽ ഒരാളായിരുന്നു രാഹുൽ. അതുപോലെ യുവമുഖങ്ങൾ വേറെ ഇതിനകത്തുണ്ട്. അതിൽ അങ്കലാപ്പും കൂടി ഇവർക്കുണ്ട്. ഇവർക്കുള്ള അങ്കലാപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇനി ഏതൊരു നേതാവ്, പിണറായി വിജയന് ശേഷം ഇതങ്ങ് പോകുന്നു, എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന പോലെ പിണറായി വിജയന് ശേഷം ഏതൊരു നേതാവിനെ അവർക്ക് പൊക്കിക്കാണിക്കാൻ പറ്റുന്നു? വേറൊരു നേതാവിൻ്റെ പേര് പറഞ്ഞ ശൈലജയുടെ പേര് പറഞ്ഞപ്പോൾ ശൈലജ അവരെല്ലാം കൂടെ കാഫിർ പ്രയോഗവും ആ പാവെന്ന് ഞാൻ പറയില്ല, ഒരു സ്ത്രീയാണ് അവർ. ആ സ്ത്രീ മത്സരിച്ചപ്പോൾ അവർക്കെതിരെ എന്തെല്ലാം ഭാഷാപ്രയോഗങ്ങൾ പറയാൻ പാടില്ലാത്തത് ചെയ്തു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഉള്ളൊരു യുവ നേതൃത്വം വളർന്നു വരുന്നതിലുള്ള ഒരു പ്രശ്നം കൂടി ഇവർക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് മാറ്റി അതിനിരുത്തണമെങ്കിലും ഈ പറയുന്ന രീതിയിൽ കത്ത് ചെല്ലണം.
ഇദ്ദേഹത്തിൻ്റെതായ എനിക്ക് അവധി വേണം, അല്ലെങ്കിൽ എനിക്കൊരു സീറ്റ് ബഹുമാനപ്പെട്ട സ്പീക്കർ തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെതായ കത്ത് അവിടെ എത്തണം. ഇത് അതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് രാഹുൽ ഒരു അത് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഒക്കെ അല്ലേ സ്പീക്കറെ അറിയിക്കേണ്ടത് കോൺഗ്രസിന്റെ കടമയാണ്. കോൺഗ്രസിൽ നിന്ന് ഞങ്ങൾ ഇദ്ദേഹത്തിനെ പുറത്താക്കിയിട്ടുണ്ട്. വരുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ കൂടെ അല്ല അയാളെ ഇരുത്തേണ്ടത്, ഞങ്ങളുടെ പാർട്ടി അംഗമല്ല എന്ന് അവരറിയിക്കണം. ആ പ്രാഥമികമായ നടപടി അവർ ഇതുവരെ ചെയ്തിട്ടില്ല. സെപ്റ്റംബർ 15 ആണ് അങ്ങനെ സഭ തുടങ്ങുന്നതെന്നാണ് എൻ്റെ അറിവ്, അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ സഭ അതെ സഭ ഇനി 2 സഭാ കാലയളവുണ്ട്. പുതിയ MLA നിലമ്പൂരത്തെ MLA വരാനുണ്ട്, ആര്യാൻ ഷൗക്കത്തൊക്കെ വരാനുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുക്കേണ്ട പ്രാഥമികമായ കുറച്ച് കാര്യങ്ങൾ കോൺഗ്രസ് ഇതുവരെ ചെയ്യില്ല. അപ്പം നമ്മുടെ ചോദ്യം, രാഹുൽ സഭയിലേക്ക് ചെല്ലുമോ? രാഹുൽ സഭയിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്ത് ഒരു ഘോര യുദ്ധം ഉറപ്പാണ്. ഇനി സെപ്റ്റംബർ 15-നും 14-നുമായിട്ട് ഇനിയും മീഡിയ ക്യാമറയൊക്കെ ആയിട്ട് അവിടെ മുമ്പിലുണ്ടാവും. ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് മീര, ഇതിനകത്ത് വേറൊരു രാഷ്ട്രീയം കൂടെ ഉണ്ട്. ഇവിടെ ഉണ്ടാകുന്ന മറ്റൊരു രാഷ്ട്രീയം, രാഹുൽ വരുന്നു എന്ന് പറയുമ്പോൾ രാഹുലിനെ സംരക്ഷിക്കാൻ കോൺഗ്രസിലെ യുവ നേതൃത്വം രാഹുലിനെ സഭയെ കയറ്റും എന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, അല്ല ഇവനെ കയറ്റില്ല, അതായത് രാഹുലിനെ കയറ്റില്ല എന്നൊരു തീരുമാനം DYFI എടുക്കുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള അടിയും നടക്കും. അങ്ങനെ എന്തായാലും കോൺഗ്രസ് പക്ഷെ അങ്ങനെ പറയാനും പറ്റില്ല. കാരണം പാലക്കാട് ഷാഫിയുടെ നേതൃത്വത്തിൽ പിന്നെ രാഹുലിനെ അവിടെ പാലക്കാട് എത്തിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നു എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയും വരുന്നുണ്ട്. കാര്യം അങ്ങനെ ഒരു ഷാഫി അത് ചെയ്തേ പറ്റൂ. ജനങ്ങൾ ഷാഫിയെ ജയിപ്പിച്ചു വിട്ടു. അത് കഴിഞ്ഞ് ഷാഫിയുടെ മുഖമാണ് രാഹുലിനെ കണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇതിലൊരു ഇരട്ട കണ്ണ് ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിന്റെ ആളല്ല, നേരെ മറിച്ച് വേറൊരു പാർട്ടിയിലും അല്ലാത്തത് രാഹുൽ വരണം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്, ഈ ഭരണപക്ഷം ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഇവർക്ക് എപ്പോഴും വിപ്ലവമാണല്ലോ, ഇവർ വിപ്ലവത്തിൻ്റെ ആൾക്കാരാണല്ലേ. അപ്പോൾ രാഹുൽ സഭയിലെത്തുമോ? സഭയിൽ രാഹുൽ എത്തുമോ? എത്തിയാൽ ഇവിടെ യുദ്ധം ഉണ്ടാവും. ഇപ്പോൾ പറഞ്ഞ പോലെ ക്യാമറയും ഒക്കെ ആയിട്ട്. കാര്യം നമ്മളെ ഈ ചാനൽ സുഹൃത്തുക്കളെന്ന് പറഞ്ഞൊരു യുദ്ധമാണ് അവർക്ക് എപ്പോഴും താല്പര്യം. അല്ല, അവര് കണ്ടില്ലേ അന്ന് തിരുവനന്തപുരത്തേക്ക് ഇറങ്ങുകയാണെന്ന് രാഹുലിന്റെ വണ്ടിക്ക് പിന്നാലെ നമ്മൾ അത് ഡെസ്കിൽ പറയുകയും ചെയ്തു. ആ കാഴ്ച കണ്ടപ്പോ നമുക്ക് മറ്റൊരു സംഭവം ഓർമ്മ വന്നു. ചില എവിഡൻസ് എടുക്കാനായിട്ട് ഒരാൾ പോയത് അവസാനം ഒരു പൂട പോലും കിട്ടിയില്ല. അതെ, ഞങ്ങൾ ആദ്യം എത്തുന്നത് ഞങ്ങളുടെ വണ്ടി എങ്ങനെയാണ്, ഞങ്ങൾ എങ്ങനെ എത്തി. അതെ, ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഒരു യുദ്ധ സമാനമായ രാഹുൽ എത്തുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു രാഹുൽ സഭയിൽ വരും. രാഹുൽ പക്ഷം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പം യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷൻ വരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഗ്രൂപ്പിലെ വാക്പോരും മറ്റും സ്ക്രീൻഷോട്ട് അടക്കമാണ് പുറത്തു വരുന്നത്. അത് കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുലിനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പറ്റം ആളുകളുണ്ട്. അപ്പൊ അവരെന്തായാലും രാഹുൽ സഭയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും. ചിലപ്പോൾ രാഹുലിന് സംരക്ഷണ കവചം അല്ലെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സമരം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തിനു നിങ്ങൾ മുകേഷിനെ അതിനകത്തിരുത്തിയിരിക്കുന്നു? മുകേഷിനെ ഇറക്ക്, സഭയിൽ നിന്ന് മുകേഷിനെ ഇറക്ക്. ബാക്കിയുള്ളവർക്ക് ഇരിക്കാന്നുണ്ടെങ്കിൽ അതിനോട് പ്രതികരിച്ചത് ഇന്നലെ ഞാൻ കണ്ടു. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു രാഷ്ട്രീയ നിരീക്ഷണത്തിൽ നമുക്ക് തോന്നുന്നത്, രാഹുൽ സഭയിലേക്ക് വരേണ്ടത് CPMന്റെ കൂടെ ഒരു ആവശ്യമാണ്. കാര്യം ഇങ്ങനെ ഒന്നുമില്ലാത്ത പഞ്ചപുച്ഛമടക്കി ഇരിക്കുന്ന രാഹുലിനെ പിണറായി വിജയന് കാണണം. പഞ്ചപുച്ഛമടക്കി ഇരിക്കുന്ന DYFI ചിലപ്പോൾ എത്തിക്കായിരിക്കും. അല്ല, ഇങ്ങനെ ഒരു ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് എത്തിച്ചാൽ മതിയല്ലോ. ഇങ്ങനെയൊക്കെ ഒരു ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ മതി. അതെ, ഞങ്ങളൊരു വാർത്ത സൃഷ്ടിക്കാനായി രാഹുലിനെ തടയാൻ DYFI ശ്രമിച്ചു, അങ്ങനെ കാണിച്ചാൽ മതി. നമുക്ക് കാത്തിരിക്കാം.